നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ പറയാൻ പോകുന്നത് ന്യൂ ഇയറിനെ കുറിച്ചാണ്. പുതുവർഷം. നമുക്ക് പുതുവർഷം ജ്യോതിഷശാസ്ത്രപ്രകാരം നമ്മൾ 3 പ്രാവശ്യം പുതുവർഷത്തെക്കുറിച്ച് പറയും. ഒന്ന്, ലോകമെമ്പാടുമുള്ള പുതുവർഷമാണ് ജനുവരി 1 തീയതി തൊട്ട് ഡിസംബർ 31 വരെ. അതുപോലെ മലയാളികളുടെ പുതുവർഷമാണ് ചിങ്ങം 1 തീയതി തൊട്ട് കർക്കിടകം വരെ. പക്ഷേ ജ്യോതിഷത്തിൻ്റെ പുതുവർഷമാണ് മേടമാസം 1 തീയതി തൊട്ട് മീനം വരെ. ഇങ്ങനെ പുതുവർഷം വരുമെങ്കിലും ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ പുതുവർഷമാണ്. ജ്യോതിഷ വർഷമൊന്നും അല്ല എങ്കിൽ പോലും പുതുവർഷത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ജനുവരി 2026 ജനുവരി 1 തൊട്ട് 26 ഡിസംബർ 31 വരെ ഉള്ള ഓരോ രാശിക്കാരുടെ ഫലം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് മേടം രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. മേടം രാശിയിൽ വരുന്നത് 2.25 നക്ഷത്രങ്ങളാണ് ഒരു രാശിയിൽ കുടികൊള്ളണേ. അപ്പോൾ 2.25 രാശികൾ 2.25 നക്ഷത്രങ്ങൾ ഒരു രാശിയിൽ കുടികൊള്ളും. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. അപ്പോൾ 360 ഡിഗ്രി ഉള്ളതിൽ 360 ഡിഗ്രിയിൽ ആണ് ഈ നക്ഷത്രങ്ങളെല്ലാം 27 നക്ഷത്രങ്ങളും കുടികൊള്ളുന്ന 12 രാശിയിലായിട്ട്. ഈ 2.25 നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയും അടങ്ങുന്ന 2.25 നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ കുടികൊള്ളുന്നത്. അപ്പോൾ മേടം രാശിയിൽ പെടുന്ന ആൾക്കാരുടെ പുതുവർഷ ഫലത്തെ നമുക്ക് ചിന്തിക്കാം. പൊതുവെ പറയുകയാണെങ്കിൽ മേടം രാശിക്കാർക്ക് അത്ര സന്തോഷപ്രദമായ ഒരു വർഷമല്ല എന്ന് തന്നെ പറയാം. കാരണം 1-2 നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. ഒന്ന്, മേടം രാശിക്കാർക്ക് 7.5 ആണ്ട് ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലുപരി വ്യാഴം ആണ് ഒരാളിൻ്റെ ധന അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്ന ഗ്രഹം. ആ വ്യാഴം തൊട്ട് അനിഷ്ടഭാവത്തിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഒരു പകുതി ഭാഗം വരെ നിങ്ങൾക്ക് കഷ്ടതയുണ്ടാവും. മെയ് മാസം കഴിയുന്നതോടുകൂടി സാമ്പത്തികമായി മെച്ചപ്പെടും. അതുവരെ നമുക്ക് സാമ്പത്തികമായി വളരെ സൂക്ഷിക്കണം. മാത്രമല്ല, ശനി നിൽക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും തടസ്സമുണ്ടാവും. ശനി സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്നത് തന്നെ 12ലാണ്. വ്യയസ്ഥാനത്ത് ശനി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പലതരത്തിലുള്ള വ്യയം, ധനവ്യയം, ശാരീരിക ബുദ്ധിമുട്ടുകൾ, കാര്യതടസ്സം, അതുപോലെ ശത്രുഭയം കൂടും. പലതരത്തിൽ അസ്വസ്ഥതയും മന്ദതയും ഒക്കെ കൂടുന്ന കാലഘട്ടമാണ്. അപ്പോൾ സാമ്പത്തികമായി സൂക്ഷിക്കണം. മാത്രമല്ല, മറ്റെല്ലാ കാര്യങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകൾ വരെ, ടെൻഷൻ വരെ തരുന്ന കാലഘട്ടമാണ്. അപ്പോൾ ജൂൺ മാസം തൊട്ട് നിങ്ങൾക്ക് സമയത്തിൽ ചേഞ്ച് വരും. കാര്യങ്ങൾ അനുകൂലപ്രദമായി മാറും. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറും. കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് പോകും. അതുവരെ നമുക്ക് എന്ത് ചെയ്യണം? പലതരത്തിൽ ഈ ദോഷഭാവങ്ങൾ എഫക്റ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രതിവിധികൾ ചെയ്ത് നിങ്ങൾ പോകണം. എല്ലാത്തിനും പരിഹാരമുണ്ട്. ഈ ജ്യോതിഷശാസ്ത്രം എഴുതി വെച്ചപ്പോൾ തന്നെ മഹർഷിവര്യന്മാർ പരിഹാര കർമ്മങ്ങളും കൂടി എഴുതി വെച്ചിട്ടാണ് പോയത്. കാരണം നമുക്കൊരു അസുഖം വന്നാൽ ചികിത്സ ചെയ്യണം. അപ്പോൾ എന്ത് ചികിത്സ ചെയ്യണം, എന്ത് അസുഖത്തിന് എന്ന് ആയുർവേദത്തിലൂടെ എഴുതി വെച്ചതുപോലെ ഒരു ശാസ്ത്രം തന്നെയാണ് ജ്യോതിഷശാസ്ത്രവും. അപ്പോൾ ഈ ശാസ്ത്രത്തിലൂടെ നമുക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ട്, ഓരോ കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ശനിയെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ശാസ്താവിന് നീരാഞ്ജനം കത്തിച്ച് ശനീശ്വരനെ പ്രീതിപ്പെടുത്തി നമ്മൾ ഇഷ്ടദേവതാ പ്രീതി വരുത്തി ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്ത്
ഈ ദോഷത്തിൻ്റെ കാഠിന്യം കുറച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതുപോലെ മെയ് മാസം വരെ വ്യാഴനെ പ്രീതിപ്പെടുത്തി പോകണം. അപ്പോൾ വിഷ്ണുവാണ് വ്യാഴത്തിൻ്റെ ദേവത. അപ്പോൾ ധനത്തിൻ്റെ ദേവതയായ വ്യാഴനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാൽപ്പായസവും നമ്മളൊരു അസുഖത്തിന് മരുന്ന് കഴിക്കുന്നത് പോലെ നമുക്ക് പ്രതിവിധികൾ ചെയ്ത് കൊണ്ടുപോയാൽ ഈ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു 50% ദോഷങ്ങളും പരിഹാരത്തിലൂടെ മാറ്റാം. അപ്പോൾ താൻ പാതി ദൈവം പാതി. അപ്പോൾ ഈ പരിഹാരങ്ങൾ ചെയ്ത് കൊണ്ടുപോവുക. നമുക്ക് ഈ ദോഷത്തിൻ്റെ ശമനം വരും. ജൂൺ മാസം 1-ാം തീയതി തൊട്ട് സമയത്തിൽ സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാവും. അതുവരെ ശ്രദ്ധയോടുകൂടി പോകണം. വണ്ടി ഓട്ടിക്കുന്നിടത്തും മറ്റു കാര്യങ്ങളിലും എല്ലാം ശ്രദ്ധാലുമായിരിക്കും. നമുക്ക് സമയം മോശം എന്ന് അറിഞ്ഞ് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഈ രാശിയിൽ ഉള്ളവർക്ക് ഇതൊക്കെ ചെയ്ത് കൊണ്ടുപോകുമ്പം മാറിക്കിട്ടും. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ ഞങ്ങൾ ലൈവ് കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ലൈവ് പ്രോഗ്രാം ഈ ചാനലിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ലൈവ് പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ അപ്പോഴും തന്നെ നമ്മളെ വിളിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് ലൈവ് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയത്ത് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ദുബായിലും പ്രോഗ്രാം അല്ലെങ്കിൽ ദുബായിലും കൺസൾട്ടേഷൻ ഉണ്ട്, ഓഫീസുണ്ട്. കരാമയിൽ പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന് പറഞ്ഞ് സ്ഥാപനമുണ്ട്. അവിടുത്തെ ആൾക്കാർക്ക് അവിടെ വന്നും കൺസൾട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും, എല്ലാ മേടരാശിക്കാർക്കും ഈ ദോഷങ്ങൾ മാറി നല്ലത് വരട്ടെ, പുതുവർഷം അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.